Hi all, welcome to Codeeureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡ് പൊസിഷനിലുള്ള അറേയിലെ എലമെന്റ്സിനെ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഈവൻ അറേ പൊസിഷനിലുള്ള അതായത് ഈവൻ ഇൻഡെക്സ് പൊസിഷനിലുള്ള അറേ എലമെന്റ്സിനെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓഡ് എലമെന്റ്സിനെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു അറേയുടെ എക്സാമ്പിൾ ആണെങ്കിൽ അറേയുടെ ഇൻഡെക്സ് ആണ് ഇതായി കാണിക്കുന്നത്. 0th ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഈവൻ പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ്സ് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈവൻ പൊസിഷനിലുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 0 ഈവൻ ആണ്, 2 ഈവൻ ആണ്, 4 ഈവൻ ആണ് അല്ലേ. അപ്പോൾ 25ഉം 65ഉം 100ഉം പ്രിന്റ് ആവും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓഡ് പൊസിഷനിലുള്ള എലമെന്റ്സ് എങ്ങനെ പ്രിന്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഓഡ് പൊസിഷൻസ് ഏതൊക്കെയാണ്? 1ഉം 3ഉം ശരിയല്ലേ. അപ്പോൾ 40, 98 പ്രിന്റ് ആവും. മനസ്സിലായോ? അപ്പോൾ ഓരോ ഓഡ് ഇൻഡെക്സിനകത്ത് കിടക്കുന്ന എലമെന്റ്സിനെ മാത്രം എങ്ങനെ പ്രിന്റ് ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അറേസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഓഡ് പൊസിഷൻ എന്ന് കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. അപ്പോൾ ഈ അറേയുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ, എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് വരെ എല്ലാം സെയിം ആണ്, പിന്നെയുള്ളൂ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം കോഡാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അറേയുടെ സൈസ് വാങ്ങണം അല്ലേ. എൻറ്റർ സൈസ് ഓഫ് അറേ എന്ന് കൊടുക്കാം. ഇനി എന്താണ്? അറേയുടെ സൈസ് വാങ്ങാം. സ്കാനർ SC ഈക്വൽ ടു ന്യൂ സ്കാനർ system.in എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി അറേയുടെ സൈസ് ഇൻറ്റിജർ ആണല്ലോ, അപ്പോൾ ഇൻറ്റ് സൈസ് ഈക്വൽ ടു SC.next എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അറേയുടെ സൈസ് നമുക്ക് കിട്ടി. ഇനി ഈ സൈസ് വെച്ചുള്ള അറേ നമുക്ക് ഡിക്ലെയർ ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻറ്റ് അറേ എൻ്റെ ഇൻറ്റിജർ അറേ ആണ്. അപ്പം ഞാനൊരു ഇൻറ്റിജർ അറേ ഡിക്ലെയർ ചെയ്യാണ്. എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? ഇൻറ്റ് അറേ നെയിം സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽ ടു ന്യൂ ഇൻറ്റോ. ഇനി അറേയുടെ സൈസ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സൈസ് ഞാൻ ഓൾറെഡി യൂസറുടെ കയ്യിൽ നിന്ന് സൈസ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമ്പർ 10 എന്നോ 20 എന്നോ ഒക്കെ പാസ് ചെയ്ത് വേണേലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് റിപ്പീറ്റ് പറയാത്തത്. അപ്പോൾ ഇനി നമ്മൾ സൈസ് വാങ്ങിയ അറേയുടെ അറേ ഡിക്ലെയർ ചെയ്തു. ഇനി എന്താണ്? അറേയിലോട്ട് എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എൻറ്റർ എലമെന്റ്സ് എന്ന് കൊടുക്കാം. എലമെന്റ്സ് എങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്? ഫോർ ലൂപ്പ് വെച്ചിട്ടല്ലേ. അപ്പോൾ ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് I++ എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയാലോ. അറേയുടെ ഇൻഡെക്സ് 0th ഇൻഡെക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അറേയുടെ ലെങ്ത് വരെ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ അറേ ഓഫ് ഐക്കകത്തോട്ട് നമ്മൾ സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റിജർ. ഓക്കെ. അപ്പം നമ്മൾ ഇൻറ്റിജർ അറേ ആയതുകൊണ്ട് ഇൻറ്റിജർ എലമെന്റ്സ് ആണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്? അറേയുടെ ഇൻഡെക്സ് ആദ്യം ഐയുടെ വാല്യൂ 0 ആണ്, 0 ലെസ് ദാൻ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ അറേ ഓഫ് 0ക്കകത്തോട്ട് ഫസ്റ്റ് എലമെന്റ് ഇൻസേർട്ട് ആവും. പിന്നെ I++ ആവും. അപ്പോൾ ഇവിടെ 1 ആവും വാല്യൂ. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിലോട്ട് നെക്സ്റ്റ് എലമെന്റ് ഇൻസേർട്ട് ആവും. അങ്ങനെ ഇതിന്റെ ലെങ്ത് വരെ എല്ലാ എലമെന്റ്സും ഇൻസേർട്ട് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പം നമുക്ക് ഈ എലമെന്റ്സ് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എലമെന്റ്സ് ആർ കൊടുക്കാം. എന്നിട്ട് ഈ സെയിം ഫോർ ലൂപ്പ് തന്നെ കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അറേ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ടാണല്ലോ, അതുകൊണ്ട് ഫോർ ലൂപ്പ് കൊടുത്താണ് ചെയ്യുന്നത്. ഇൻറ്റ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് I++ എന്ന് കൊടുത്തു. ഓക്കെ. ഇനി എലമെന്റ്സ് സിസ് ഔട്ട് ചെയ്യാണ്. സിസ് ഔട്ട് അറേ ഓഫ് I. ഓക്കെ. അപ്പോൾ അറേയുടെ ഓരോ ഇൻഡെക്സും മാറി മാറി വരുമ്പോൾ ഓരോ എലമെന്റ് പ്രിന്റ് ആവും. അപ്പോൾ എനിക്ക് ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ എല്ലാം കളഞ്ഞിട്ട് ഓരോ എലമെന്റും പ്രിന്റ് ആകുന്നതിന് ശേഷം ഒരു സ്പേസ് കൊടുത്ത് പ്രിന്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കൂടെ കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? അറേയുടെ സൈസ് വാങ്ങി, പിന്നെ അറേ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു, എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഇനി എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ എൻ്റർ സൈസ് ഓഫ് ദ അറേ 6, എൻ്റർ എലമെന്റ്സ് 1, 2, 3, 4, 45, 56, 66. അപ്പോൾ 1, 2, 3, 45, 56, 66. ഓക്കെ. അപ്പോൾ 6 എൻ്റെ സൈസ്, അറേയുടെ സൈസ്. അപ്പോൾ 6 എലമെന്റ്സ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി എന്താണ്? ഇതിനകത്ത് ഓഡ് പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ്സിനെ മാത്രം എനിക്ക് പ്രിന്റ് ചെയ്യണം. ഇപ്പോൾ ഈ അറേയുടെ പ്രിന്റ് ആവുകയാണെങ്കിൽ എങ്ങനെയാവും? ഇപ്പോൾ 0th ഇൻഡെക്സിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സ് 0th ഇൻഡെക്സ് 0 എന്ന് പറയുന്നത് ഈവൻ അല്ലേ. അപ്പോൾ ഇത് പ്രിന്റ് ആവത്തില്ല. ഫസ്റ്റ് ഇൻഡെക്സിൽ കിടക്കുന്ന എത്രയാണ്? 2 പ്രിന്റ് ആവും. പിന്നെ 3 പ്രിന്റ് ആവില്ല,
45 പ്രിന്റ് ആവും, 66 പ്രിന്റ് ആവും. മനസ്സിലായോ? അതായത് ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ഈ 3 ഇൻഡെക്സ് കിടക്കുന്ന എലമെന്റ്സിലെ പ്രിന്റ് ആവുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ജസ്റ്റ് ഒരു സിമ്പിൾ ഫോർ ലൂപ്പിന്റെ കേസേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോർ ലൂപ്പ് കൊടുക്കേണ്ടത്? ഫോർ ഇൻറ്റ് I equal to 0. I equal to 0 അല്ല, 0 എന്ന് പറയുന്നത് ഒരു ഈവൻ പൊസിഷൻ ആണല്ലോ. അപ്പൊ നമുക്ക് 1 തൊട്ടുള്ളത് ഏറ്റവും ചെറിയ ഓഡ് നമ്പർ എത്രയാണ്? 1 അല്ലേ? അപ്പൊ ഫസ്റ്റ് പൊസിഷൻ തൊട്ടുള്ളത് പ്രിന്റ് ആയാൽ മതി. അപ്പോൾ I equal to 1 തൊട്ട് I less than array dot length. ഇനി എന്താണ്? I പ്ലസ് പ്ലസ് എന്നാണ് നമ്മൾ സാധാരണ കൊടുക്കുക. ഇപ്പൊ I പ്ലസ് പ്ലസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻഡെക്സ് എടുക്കും. സെക്കൻഡ് ഇൻഡെക്സിലെ എലമെന്റിനെ നമുക്ക് വേണ്ട, ഈവൻ അല്ലേ? അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് I പ്ലസ് പ്ലസ് കൊടുത്താൽ 1 ഇൻക്രിമെന്റ് ആകത്തുള്ളൂ. ഇവിടെ ഐയുടെ വാല്യൂ I പ്ലസ് 2 എന്ന് കൊടുക്കണം. എന്നാലല്ലേ തേർഡ് ഇൻഡെക്സ് കിട്ടത്തുള്ളൂ. 1ന്റെ കൂടെ 2 കൂടെ കൂട്ടിയാലല്ലേ നമുക്ക് 3 കിട്ടത്തുള്ളൂ. ഓക്കെ, 2 നമുക്ക് വേണ്ടല്ലോ. അപ്പൊ I ഈക്വൽ ടു I പ്ലസ് 2. അപ്പൊ 2 വാല്യൂ വെച്ച് I ഇങ്ങനെ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ആദ്യം 1 എടുത്തു കഴിയുമ്പോൾ പിന്നെ 3 ആവും. I എന്ന് പറയുന്ന വാല്യൂ 3 ആവും, പിന്നെ ഐയുടെ വാല്യൂ 5 ആവും, പിന്നെ 7 ആവും. ഓക്കെ, അങ്ങനെ പ്രിന്റ് ആവും. ഇനി ഇവിടെ ജസ്റ്റ് സിസ്ഔട്ടിനകത്ത് array of I, അതായത് ഐയുടെ വാല്യൂ ഏതാണോ അതിനനുസരിച്ചുള്ളത് പ്രിന്റ് ആയാൽ മതിയല്ലോ. ഇതിപ്പോ ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാം, എന്നാലേ ഈ അറേയുടേത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇവിടെ ഒരു സ്പേസും കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സിസ്ഔട്ട് കൊടുക്കണം. എലമെന്റ്സ് അറ്റ് ഓഡ് പൊസിഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് ഒരു സിസ്ഔട്ട് കൂടെ കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിൽ തന്നെ കയറി ഈ സിസ്ഔട്ട് കൂടെ കയറി വരും. അതുകൊണ്ടാണ് ഇവിടെ ഞാനൊരു പ്രിന്റ് എല്ലാം കൊടുത്തത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യാണ്. എൻ്റർ സൈസ് ഓഫ് ദ അറേ 10 കൊടുക്കാം. ഓക്കെ, എൻ്റർ എലമെന്റ്സ് 1 2 3 45 65 11 22 33 44 55. ഇതാ ഇപ്പോൾ 1 2 3 അങ്ങനെ 10 എലമെന്റ്സ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഓഡ് പൊസിഷനിലെ എലമെന്റ് എന്ന് പറയുമ്പോൾ ഇത് 0th ഇൻഡെക്സ് അല്ലേ? അപ്പോൾ ഇതങ്ങ് പോകും. അപ്പോൾ ഏതൊക്കെ വരും? ഇവിടുന്നാണ് തുടങ്ങുന്നത്. 2 വരും, 45 വരും, 11 വരും, 33 വരും, 55 വരും. പിടികിട്ടിയല്ലോ? അപ്പം ഇങ്ങനെയാണ് ഓഡ് പൊസിഷനിലെ പ്രിന്റ് ചെയ്യിക്കുന്നത്. ഈവൻ പൊസിഷനായിട്ടുള്ള ആകെ ഈ കോഡിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഞാൻ I ഈക്വൽ ടു 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താ, ഈവൻ ആകുമ്പോൾ 0th ഇൻഡെക്സ് തൊട്ടുള്ള എടുക്കണമല്ലോ, അതുകൊണ്ട്. മറ്റേ ബാക്കിയൊക്കെ സെയിം തന്നെ, I ഈക്വൽ ടു I പ്ലസ് 2 തന്നെയാണ് അവിടെയും കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.